നമസ്കാരം. മോഹൻലാൽ മലയാളത്തിൻ്റെ അതുല്യ നടനാണ്. മോഹൻലാൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം. സമാനതകളില്ലാത്ത അഭിനയ ശൈലിയും വളരെ അധികം കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അദ്ദേഹം ഈ ദുരന്തമുഖത്തേക്ക് അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് സന്ദർശിക്കാൻ വേണ്ടി വരുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെയുള്ള ആളുകളാണ് അവിടെ കൂടി നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളും. ഏതായാലും അദ്ദേഹം ഈ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി, അതായത് അദ്ദേഹത്തിനവിടെ ആ ഒരു പദവി ഉപയോഗിച്ച് ചെല്ലാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത്. വേറൊന്നുമല്ല, നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്, ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മളിൽ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെയ്യുന്നുണ്ട്. അത് പല സെലിബ്രിറ്റീസും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിലേക്കും മറ്റുമായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളും അദ്ദേഹവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന് സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികൾക്ക് കിട്ടുന്ന അപൂർവ അവസരമാണ് ലാലേട്ടന് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കേണൽ പദവി ഉള്ളതുകൊണ്ട് അവിടെ ചെല്ലാനും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. കൂടാതെ ഇതുകൊണ്ട് വേറൊരു ഗുണം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കും അതുപോലെ നമ്മുടെ സൈനികർക്കും ഒരു പ്രചോദനമാണത്. കാരണം നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, കേരളം അംഗീകരിക്കുന്ന മലയാളികളുടെ അഹങ്കാരമായിട്ടുള്ള എന്താ പറയുക, ലാലേട്ടൻ വയനാട് വരികയും അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഒരു എനർജി ലഭിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതുപോലുള്ള മേഖലകളിലേക്ക് എല്ലാവരും ഇറങ്ങി വരണം. എല്ലാവരും ഇതുപോലെ